വാർത്തകൾ വിശദമായി നോക്കാം. അനിശ്ചിതകാല രാപ്പകൽ സമരം 36ാം ദിനത്തിലെത്തി നിൽക്കവേ ആശാ വർക്കർമാർ സെക്രട്ടേറിയറ്റ് ഉപരോധം തുടരുന്നു. സെക്രട്ടേറിയറ്റിലെ 4 കവാടങ്ങൾ ആശമാർ ഉപരോധിച്ചു. സെക്രട്ടേറിയറ്റിലേക്കുള്ള റോഡും ആശാപ്രവർത്തകർ ഉപരോധിച്ചു. ആശമാരുടെ സമരത്തെ നേരിടാൻ വൻ പോലീസ് സന്നാഹമാണ് സെക്രട്ടേറിയറ്റ് പരിസരത്ത് വിന്യസിച്ചിട്ടുള്ളത്. വിവരങ്ങളുമായി വിനയ രാജ് ചേരുന്നുണ്ട്. വിനയ, പ്രതിഷേധം കടുപ്പിച്ചിരിക്കുകയാണ് ആശാപ്രവർത്തകർ. ഇപ്പോൾ എങ്ങനെയാണ് ഉപരോധം പുരോഗമിക്കുന്നത്? കൂടുതൽ വിവരങ്ങൾ എങ്ങനെയാണ്? എന്തായാലും പ്രതിഷേധം കടുപ്പിച്ചിരിക്കുക തന്നെയാണ്. ആശാ വർക്കർമാർ സെക്രട്ടേറിയറ്റ് ഉപരോധം ആരംഭിച്ചിരിക്കുകയാണ്. നേരത്തെ തന്നെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു പ്രതിഷേധ പ്രകടനം സംഘടിപ്പിച്ചതിന് ശേഷമാണ് സെക്രട്ടേറിയറ്റിന് മുന്നിലെ നോർത്ത് ഗേറ്റിന് മുന്നിൽ ആശാ വർക്കർമാർ ഒന്നടങ്കം ഒന്നിച്ചിരിക്കുന്ന ഒരു കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. റോഡടക്കം തന്നെ ഉപരോധിച്ചിരിക്കുന്ന ഒരു കാഴ്ചയാണ്. നിലത്ത് ഇരുന്നു കൊണ്ടുള്ള പ്രതിഷേധമാണ് ആശാ വർക്കർമാർ നടത്തുന്നത്. നിരവധി പേർ റോഡിൽ ഇരുന്നു കൊണ്ടുള്ള പ്രതിഷേധമാണെങ്കിൽ നിരവധി പേർ റോഡിൽ കിടന്നുകൊണ്ടുള്ള പ്രതിഷേധമാണ്. ഇത്തരത്തിൽ ഇന്ന് മുഴുവനായും ഇത്തരത്തിലുള്ള ഒരു പ്രതിഷേധ പരിപാടികളുമായി മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് ആശാ വർക്കർമാർ വ്യക്തമാക്കിയിരിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്. കഴിഞ്ഞ 36 ദിവസമായി ആശാ വർക്കർമാർ സെക്രട്ടേറിയറ്റിന് മുന്നിൽ രാപ്പകൽ സമരം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ 36 ദിവസം കൊണ്ട് തന്നെ നിരവധിയായിട്ടുള്ള അല്ലെങ്കിൽ പ്രതിഷേധ പരിപാടികളടക്കം തന്നെ ആശാ വർക്കർമാർ സംഘടിപ്പിച്ചിരുന്നു. 2 തവണ മഹാസംഗമം അടക്കം കൂടാതെ നിയമസഭ റാലി അടക്കം തന്നെ സംഘടിപ്പിക്കുന്ന ഒരു കാഴ്ച അടക്കം കണ്ടതാണ്. നിരവധി ആളുകളാണ് സംസ്ഥാനത്തുടനീളമുള്ള നിരവധിയായിട്ടുള്ള ആശാ പ്രവർത്തകരാണ് ഇപ്പോൾ ഈ ഉപരോധത്തിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി തലസ്ഥാന നഗരിയിലേക്ക് ഒഴുകിയെത്തിയിരിക്കുന്നത്. ഈ ആശാ വർക്കർമാർ പ്രതിഷേധം തുടരുമ്പോഴും അത് തടയുന്നതിന് വേണ്ടിയുള്ള എല്ലാ ഒരുക്കങ്ങളും പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ട്. കുറെ പേർ കടന്നുകൊണ്ടും ഇരുന്നുകൊണ്ടും അടക്കമുള്ള ഒരു പ്രതിഷേധമാണ് നടത്തുന്നത്. ചേച്ചി, കിടന്നുകൊണ്ടുള്ള പ്രതിഷേധമാണല്ലോ. കിടന്നുകൊണ്ടുള്ള പ്രതിഷേധം കിടന്നുകൊണ്ടുള്ള പ്രതിഷേധമാണ്. നടന്നു നോക്കി, ഓടി നോക്കി, ഇരുന്ന് നോക്കി, ഉറങ്ങി നോക്കി, മഴ നനഞ്ഞു നോക്കി, വെയിൽ കൊണ്ടുനോക്കി, രക്ഷയില്ല. ഇനി ഇതിൽ കിടക്കാൻ വയസ്സായില്ലേ, ഇട്ട് നോക്കി. എന്നിട്ട് പോലും നമ്മളെ അവഗണിക്കുകയാണെങ്കിൽ ഇനി ഞങ്ങൾ കിടന്നിട്ടേ പോകണോ? നമ്മളെ ആവശ്യം അംഗീകരിക്കുന്നത് വരെ പ്രതിഷേധം കൊണ്ടുപോകും. നമ്മളെ അവകാശങ്ങൾ അംഗീകരിക്കുന്നത് വരെ ഞങ്ങൾ പ്രതിഷേധിക്കും. ലോകം കണ്ട എല്ലാവർക്കും മനസ്സിലായി ഇത് ആവശ്യത്തിനുള്ള സമരമാണ്, അനാവശ്യമല്ല മനസ്സിലായി. പക്ഷെ എന്തുകൊണ്ട് നമുക്ക് ഭരണാധികാരികൾ അത് മനസ്സിലാക്കുന്നില്ല? കേൾക്കുമ്പോൾ 7000 തരുന്നില്ലേ എന്ന് പറയും. ഇവരാരെങ്കിലും 7000 കൊണ്ട് ജീവിക്കുമോ? ഈ 7000 ക്രൈറ്റീരിയ മാറ്റിയെന്ന് പറഞ്ഞാൽ 5 ആക്കി, 10 മാറ്റിയെന്ന് പറഞ്ഞാൽ 5 ആക്കി. അങ്ങനെ ആകുമ്പോൾ 5 ആയാലും 3500 രൂപയിൽ കിട്ടുള്ളൂ. അപ്പൊ എന്തായി കാണിക്കണേ? ഒന്ന് നമ്മളെ അടുത്തോട്ടൊന്ന് ഇറങ്ങിക്കൂടെ? അവർക്ക് ശത്രുവൊന്നും അല്ലല്ലോ. നമ്മൾ വോട്ടിട്ട് ജയിപ്പിച്ചവരല്ലേ. അവരെന്തുകൊണ്ട് നമ്മൾ സാധാരണ ജനങ്ങളെ കാണുന്നില്ല? ഞങ്ങൾ എന്താ ചെയ്യേണ്ടതിന്? ഞങ്ങളെ മക്കളില്ല, ഞങ്ങൾക്ക് ആർക്കും നോക്കാം അതിനുള്ള കഴിവുള്ളവരാരുമില്ല. ഞങ്ങളിങ്ങനെ ഇറങ്ങിയെടുക്കുന്നു. അപ്പൊ നമുക്ക് ആവശ്യപ്പെട്ടതല്ലേ ചോദിക്കുന്നത്? ഇത് നമ്മൾ മക്കളെ വളർത്തി വിട്ടു, അവർക്കും അതിൻ്റെതായ രീതിയായിരുന്നെങ്കിൽ നമ്മൾ അവർ നോക്കുമെന്ന് വയ്ക്കാം. ഞങ്ങൾ വിധവയാണ്. അപ്പൊ അവർ നമുക്ക് എന്താ ആരാ നോക്കണ്ട? ആരെടുത്താ പോകാനുള്ളത്? ഇത്രയും കാലം 35-33 വർഷം കൊണ്ട് ആരോഗ്യ മേഖലയിൽ നിൽക്കുന്നവരാണ്. അവർ പറയുന്നു പണ്ട് കാലത്ത് 500 ഉണ്ടായിരുന്നുള്ളൂ, 1000 ഉണ്ടായിരുന്നു. ഓക്കെ, അത്രേ ഉള്ളൂ. അന്ന് അതിൻ്റെ ഉള്ള ജോലിയേ ഉള്ളൂ. ഇന്ന് അങ്ങനെയല്ലേ? പല പ്രാവശ്യം ഇത് പറഞ്ഞു എടുത്തത്. എപ്പോഴും മന്ത്രിക്ക് 7000, അവരുടെ ഭരണസമിതിക്ക് മൊത്തം നമുക്ക് തന്നെ 13,000. എവിടെന്നാ തന്നെ? അവരൊരു ലിസ്റ്റ് എടുത്ത് കാണിക്കട്ടെ. എത്ര ആശമാർക്ക് 13,500 രൂപ കിട്ടുന്നുണ്ടെന്ന് ഇവർ കാണിക്കട്ടെ. ഈ ഇത്രയും പേരും ചോദിച്ച് ഈ ലോക ജനത മൊത്തം പറഞ്ഞിട്ട് ഇവർക്ക് മാത്രം എന്താ മനസ്സിലാവാത്തത്? ഇവരെന്താ മനസ്സിലാക്കാൻ ശ്രമിക്കാത്തോണ്ടല്ലേ? ഉറങ്ങിക്കിടക്കുന്നവരെ ഉണർത്താം, ഉറക്കം നടിക്കുന്നവരെ ഉണർത്താൻ പറ്റുമോ നമുക്ക്? അതാണല്ലോ ഇവിടെ നടക്കുന്നത്. ഈ 36 ദിവസമായിട്ട് ഞങ്ങൾ രാപകൽ ഇവിടെ കിടക്കുന്നത് എല്ലാ മാധ്യമങ്ങളും കാണുന്നുണ്ട്. ഞങ്ങൾക്ക് വേണ്ടിയെന്നല്ല, നീതിക്ക് വേണ്ടി അങ്ങേറ്റം സർവത്ര പേരും സംസാരിക്കുന്നുണ്ട്. മനുഷ്യരാശിയിലുള്ള ചരാചരങ്ങൾ സംസാരിക്കുന്നുണ്ട്. പിന്നെ എന്താ ഭരണസമിതി മാത്രം ഇങ്ങനെ ഈ ദുർവാശി കാണിക്കുന്നത്? ഈ ധാർഷ്ട്യം കാണിക്കുന്നത് എന്തിനാ നമ്മളോട് ഇങ്ങനെ? നമ്മൾ അവർക്ക് ആളല്ല, തരമല്ല. നമ്മളെ കൂടി മത്സരിക്കാൻ അവരാരുമല്ല, നമ്മളാരുമല്ല അവരെ കൂടി മത്സരിക്കാനും. പിന്നെ എന്താ ഞങ്ങൾ പറയുന്ന ഈ കാര്യം? ഇപ്പൊ 21,000 കേട്ട് 21,000 തന്നെ തരുമെന്ന് അന്ന് പറഞ്ഞില്ലെങ്കിലും നമ്മളെ എന്തെങ്കിലും വിളിച്ച് എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞൂടെ? നമുക്ക് ഒരു ചർച്ചയ്ക്ക് തയ്യാറാവണ്ട, ഒരു തീരുമാനം എടുക്കണ്ടേ? ന്യായമായ ഒരു തീരുമാനം എടുക്കണ്ടേ? ഞങ്ങൾ ഇനി ഇവിടെ തന്നെ കിടന്നങ്ങ് തീരാവും. അല്ലാതെ ഇനിയിപ്പോൾ വേറെ വഴിയൊന്നുമില്ല. ഇതിൻ്റെ ഇടയിൽ ഒരു ട്രെയിനിങ് കൊണ്ടുവയ്ക്കണം. എന്താ പാലിയേറ്റീവ് സിസ്റ്റർമാർ ചെയ്യേണ്ട ജോലി ഞങ്ങൾ എന്താ ചെയ്യേണ്ടത്? ട്യൂബിടാൻ അറിയാമോ? ഞങ്ങൾക്ക് നേഴ്സിംഗിന്റെ പണി എന്തെങ്കിലും അറിയാമോ? ഞങ്ങൾക്ക് അതിനെക്കുറിച്ച് എന്തെങ്കിലും അറിയാമോ? നമ്മൾ ട്യൂബിടാനോ വേറെ കാര്യങ്ങൾ
അത് മാത്രമേ ഉള്ളൂ. അതിന് ഞങ്ങൾക്ക് എന്തിനാ ഇന്നൊരു ട്രെയിനിങ് വെച്ചേ? എന്തിനാ ഞങ്ങളൊന്ന് ട്രെയിനിങ് വെച്ചേ? അതുപോലെ ചിലയിടത്തേക്ക് കുത്തിവെപ്പിന്റെ ട്രെയിനിങ് എന്ന് ഞങ്ങളാണോ കുത്തിവെപ്പ് കൊടുക്കുന്നത്? ഞങ്ങളല്ല കുത്തിവെപ്പ് വയ്ക്കുന്നത്. ഞങ്ങൾ അവിടെയും ആ കുഞ്ഞുങ്ങളുടെ കയ്യോ കാലോ ഒന്ന് പിടിച്ചു കൊടുക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഞങ്ങൾ അമ്മമാരാണ്. അമ്മ മക്കളെ വളർത്തി മക്കളെ നോക്കി അതൊക്കെ ഞങ്ങൾക്ക് വ്യക്തമായിട്ട് അറിയാം. വ്യക്തമായിട്ട് ധാരണയുണ്ട് ഞങ്ങൾക്ക്. ഇന്ന് ഞങ്ങളെ വിളിക്കണുണ്ട് ഫീൽഡിൽ നിന്ന്. ആ ഫീൽഡിൽ നിന്ന് വിളിക്കണവരും പറയുന്നത് ആന്റി അല്ലെങ്കിൽ ചേച്ചി സമയം എല്ലാം നേടിയിട്ട് വന്നാൽ മതി പറയാവൂ. അല്ലാതെ ഞങ്ങളെ വീട്ടിലോട്ട് കയറ്റു പോലും ഇല്ലെന്നാണ് ആളുകൾ പറയുന്നത്. ആൾക്കാർക്കുള്ള ആ ഒരു ആത്മാർത്ഥത പോലും ഈ സർക്കാരിനില്ല എങ്കിൽ ഞങ്ങൾ ഇവിടെ ഈ വെയിലത്ത് 39 ഡിഗ്രി ചൂടില് ഞങ്ങൾ ഇവിടെ കിടക്കും. ഇത് തന്നെയാണ് ഇവർ പറയുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നതും. കാരണം കഴിഞ്ഞ 36 ദിവസമായി ചൂടെന്നോ വെയിലെന്നോ മഴയെന്നോ ഇല്ലാതെ ഈ സെക്രട്ടേറിയറ്റിന് മുന്നിൽ രാപ്പകൽ സമരം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്തിനാണ് സംസ്ഥാന സർക്കാർ ഞങ്ങളോട് ഇത്ര പിടിവാശി കാണിക്കുന്നതെന്ന് തന്നെയാണ് ആശാ വർക്കർമാർ ചോദിക്കുന്ന പ്രധാനപ്പെട്ട ഒരു ചോദ്യം എന്ന് പറയുന്നത്. ഉറങ്ങുന്നവരെ വിളിച്ചുണർത്താൻ പറ്റും, പക്ഷെ ഉറക്കം നടിക്കുന്നവരെ വിളിച്ചുണർത്താൻ പറ്റില്ല എന്നും അവർ വ്യക്തമാക്കുന്നുണ്ട്. പ്രധാനമായും മറ്റ് പ്രതിപക്ഷ പാർട്ടികളടക്കം തന്നെ പിന്തുണയുമായി രംഗത്ത് വരുന്നൊരു സാഹചര്യമുണ്ട്. ഓരോ ദിവസമാണെങ്കിലും ആശാ വർക്കർമാരുടെ സമരപ്പന്തൽ സന്ദർശിക്കുന്നതും നിരവധി പ്രതിപക്ഷ നേതാക്കളാണ് ഈ സമരപ്പന്തൽ സന്ദർശിക്കുന്നതും ആശാ വർക്കർമാർക്ക് പിന്തുണ അറിയിക്കുകയും ചെയ്യുന്നതും. എന്നിട്ട് പോലും സംസ്ഥാന സർക്കാർ ഇവരുടെ കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കുന്നില്ല എന്ന് തന്നെയാണ് ആശാ വർക്കർമാർ പറയുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്. എങ്ങനെയാണ് ഈ 230 രൂപ കൊണ്ട് തങ്ങൾക്ക് ജീവിക്കാൻ സാധിക്കുക? ഈ മന്ത്രിമാർക്കും മുഖ്യമന്ത്രിക്കും അടക്കം ഒരു ദിവസം കൊണ്ട് ഈ ഒരു രൂപ കൊണ്ട് ജീവിക്കാൻ പറ്റുമോ? ഈ 30 വർഷത്തോളം ഈ ആശാ വർക്കർമാരോട് ജോലി ചെയ്യുന്ന നിരവധിയായിട്ടുള്ള ആളുകളാണുള്ളത്. കുടുംബം മൊത്തമായി ആശ്രയിക്കുന്നത് തങ്ങളെയാണ്. എന്നിട്ട് പോലും അല്ലെങ്കിൽ ഈ പണം കൊണ്ട് എങ്ങനെയാണ് ഞങ്ങൾക്ക് ജീവിക്കാൻ സാധിക്കുക എന്ന് മന്ത്രിയും മുഖ്യമന്ത്രിമാരും വ്യക്തമാക്കണമെന്നടക്കം ഇവർ പ്രധാനമായും ഉന്നയിക്കുന്നുണ്ട്. തങ്ങൾക്ക് ഒരാവശ്യം മാത്രമേ ഉള്ളൂ. മുഖ്യമന്ത്രിയും ആരോഗ്യമന്ത്രിയും ചർച്ചയ്ക്ക് തയ്യാറാകണം. തങ്ങളുടെ ആവശ്യങ്ങൾ എന്താണെന്ന് കേൾക്കണം, തങ്ങളുടെ പ്രശ്നങ്ങൾ എന്താണെന്ന് കേൾക്കണം, അതിലൊരു പരിഹാരം കാണണമെന്നൊരു ആവശ്യം മാത്രമേ ഞങ്ങൾക്കുള്ളൂ. അത് തന്നെയാണ് തുടക്കം മുതൽ അല്ലെങ്കിൽ ഈ ആശാ വർക്കർമാരുടെ സെക്രട്ടേറിയറ്റ് സമരം ആരംഭിച്ചത് മുതൽ തന്നെ തങ്ങൾ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അത് തന്നെയാണ് ഇപ്പോൾ വി.കെ. സദാനന്ദനടക്കം തന്നെ ഈ പരിപാടി അല്ലെങ്കിൽ ആശാ വർക്കർമാരുടെ സെക്രട്ടേറിയറ്റ് ഉപരോധം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കാൻ പോവുകയാണ്. വിവിധങ്ങളായിട്ടുള്ള അല്ലെങ്കിൽ ഈ ഒരു ദിവസം കൊണ്ട് തന്നെ നിരവധിയായിട്ടുള്ള പ്രതിപക്ഷ പാർട്ടികളിലുള്ള നേതാക്കളടക്കം തന്നെ ഈ സമരപ്പന്തൽ സന്ദർശിക്കുമെന്നും വ്യക്തമാക്കിയിട്ടുണ്ട്. രാവിലെ മുതൽ അല്ലെങ്കിൽ വൈകുന്നേരം വരെ തങ്ങൾക്ക് നീതി ലഭിക്കുന്നത് വരെ ഈ ഒരു സെക്രട്ടേറിയറ്റ് ഉപരോധം തുടരുമെന്ന് തന്നെയാണ് ആശാ വർക്കർമാർ വ്യക്തമാക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്. എത്രത്തോളം തങ്ങൾ കഷ്ടപ്പെട്ടാലും വെയിലെന്നോ മഴയെന്നോ ഇല്ലാതെയാണ് ഞങ്ങൾ ഈ 36 ദിവസം ഈ സെക്രട്ടേറിയറ്റ് പടിക്കലിൽ നിന്നിട്ടുണ്ടായിരുന്നത്. ഇനിയും എത്രത്തോളം കഷ്ടപ്പാട് സഹിക്കേണ്ടി വന്നാലും തങ്ങളുടെ ആവശ്യങ്ങൾ അംഗീകരിക്കുന്നത് വരെ ഈ പ്രതിഷേധവുമായി അല്ലെങ്കിൽ രാപ്പകൽ സമരവുമായി മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് ആശാ വർക്കർമാർ വ്യക്തമാക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്. ഈ 36 ഡിഗ്രി സെൽഷ്യസ് ചൂടിലടക്കം തന്നെ ഈ നടു റോട്ടിൽ ഇരുന്നു കൊണ്ടാണ് ഇപ്പോൾ ഈ ആശാ വർക്കർമാർ ഇന്ന് പ്രതിഷേധം നടത്തിക്കൊണ്ടിരിക്കുന്നത്. റോഡ് പൂർണ്ണമായും ഉപരോധിച്ചിരിക്കുകയാണ്. വണ്ടികളടക്കം തന്നെ പൂർണ്ണമായും സ്തംഭിച്ച അല്ലെങ്കിൽ വണ്ടികളൊന്നും തന്നെ കടത്തിവിടുന്നില്ല. അത്തരത്തിൽ പൂർണ്ണമായും ഒരു സ്തംഭന കാഴ്ച തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. വിനയ, ആളിക്കത്തുകയാണ് അവകാശ സമരം എന്ന് പറയുന്നത്. സെക്രട്ടേറിയറ്റ് വളഞ്ഞിരിക്കുകയാണ്. നിന്നും ഇരുന്നുമുള്ള സമരത്തിന് പുറമെ കിടന്നുകൊണ്ടുള്ള ഒരു സമരമാണ് ഇന്ന് ആശാപ്രവർത്തകർ നടത്തുന്നത്. ആശാവർക്കർമാരുടെ രാപ്പകൽ സമരം ആരംഭിച്ച് ഈ ഒരു മാസത്തോളം വലിയ രീതിയിലുള്ള അല്ലെങ്കിൽ പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിച്ചെങ്കിലും മഹാസംഗമം അടക്കം സംഘടിപ്പിച്ചെങ്കിലും സമാധാനപരമായിട്ടുള്ള ഒരു പ്രതിഷേധം തന്നെയായിരുന്നു ആശാവർക്കർമാർ സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. റോഡ് ഉപരോധിക്കുന്നതിനോ മറ്റു ഉണ്ടായിട്ടില്ല. അത്രയും അടക്കം നടത്തുന്നത് എന്ന് തന്നെയാണ് ആശാവർക്കർമാർ വ്യക്തമാക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. സമാധാനപരമായ പ്രതിഷേധങ്ങൾ നടത്തി നോക്കി പ്രതീക്ഷിച്ചു, എന്നാൽ അതൊന്നും തന്നെ നടന്നില്ല എന്നും വ്യക്തമാക്കുന്നുണ്ട്. ഇപ്പോൾ ഈ പരിസരം പൂർണ്ണമായും അല്ലെങ്കിൽ പൂർണ്ണമായും ഉപരോധിച്ചിരിക്കുകയാണ് ആശാവർക്കർമാർ എന്ന് തന്നെ പറയാൻ സാധിക്കും. ഈ വണ്ടികൾ ഒന്നും തന്നെ കടത്തിവിടുന്നില്ല. റോഡ് അടക്കം ഉപരോധിച്ചുകൊണ്ടുള്ള ഒരു പ്രതിഷേധമാണ് ആശാവർക്കർമാരുടെ ഭാഗത്തിൽ നിന്ന് ഉണ്ടാകുന്നത്. ചൂടാണ്. ചൂടുണ്ടെങ്കിൽ പോലും തങ്ങൾ പ്രതിഷേധമായി മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് വ്യക്തമാക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. മുഖ്യമന്ത്രി ഇന്നലെ നടത്തിയ അഭിമുഖത്തിൽ പറഞ്ഞിരിക്കുന്നത് നിസ്സാരമായിട്ട് തള്ളുകയാണ്. ആശമാർക്ക് കൊടുക്കാൻ
സംസ്ഥാന സർക്കാരിന് ഇനിയൊന്നും ചെയ്യാനില്ല ഇക്കാര്യത്തിൽ എന്ന് പറഞ്ഞ് കൈയൊഴുകുകയാണ് ചെയ്തിരിക്കുന്നത്. അതിന് തൊട്ടു മുമ്പ് മറ്റൊരു നേതാവ് വീണ്ടും പ്രഖ്യാപിച്ചു ഇത് അനാവശ്യ സമരമാണെന്ന്. നമ്മുടെ ന്യായയുക്തത, നാം മുന്നോട്ട് വച്ചിരിക്കുന്ന ഡിമാൻഡുകൾ, നമ്മുടെ ഓണറേറിയം വർദ്ധിപ്പിക്കണം. 233 രൂപയ്ക്ക് ഒരു ദിവസം ഇനിയും പണിയെടുത്തുകൊണ്ട് ഒരു കുടുംബം പുലർത്താൻ കഴിയില്ല. അത് 21,000 രൂപയാക്കണം. ഈ ഗവൺമെന്റ് അധികാരത്തിൽ വരുന്നതിന് മുമ്പ് നടത്തിയിട്ടുള്ള തെരഞ്ഞെടുപ്പ് മാനിഫെസ്റ്റോയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ, ഒരു ദിവസം 700 രൂപ എന്ന മിനിമം വേതനം നടപ്പിലാക്കുമെന്ന പ്രഖ്യാപനം, വാഗ്ദാനം, അത് നടപ്പിലാക്കണമെന്നാണ് നമ്മൾ ആവശ്യപ്പെട്ടിട്ടുള്ളത്. ഒപ്പം പിരിഞ്ഞു പോകുന്ന ആശാവർക്കർമാർക്ക് 5 ലക്ഷം രൂപയെങ്കിലും ഏറ്റവും മിനിമം വിരമിക്കൽ ആനുകൂല്യമായിട്ട് നൽകണം. പശ്ചിമ ബംഗാളിലും മറ്റു സംസ്ഥാനങ്ങളിലും ഉള്ളതുപോലെ പെൻഷൻ ഉറപ്പാക്കണം. ഇത്തരം ഏറ്റവും ന്യായമായ ആവശ്യങ്ങൾ മുമ്പോട്ട് വെച്ചുകൊണ്ട് നടത്തിയിരിക്കുന്ന ഈ സമരത്തെ അവഗണിച്ചുകൊണ്ടും എല്ലാ തരത്തിലും ബുദ്ധിമുട്ടിച്ച് ഇന്നലെ രാത്രി പോലും ഈ ഉപരോധ സമരത്തെ തകർക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി ഗവൺമെന്റ് മെഷീനറിയും അവരുടെ പാർട്ടി അംഗങ്ങളും നേതാക്കന്മാരും നടത്തിയിരിക്കുന്ന ശ്രമങ്ങൾ എന്താണെന്ന് നമുക്കറിയാം. യുദ്ധകാല അടിസ്ഥാനത്തിൽ പാലിയേറ്റീവ് പരിശീലനം നടത്തുന്നു. ഇന്നലെ രാത്രി 7 മണിക്കും 8 മണിക്കുമാണ് ഉത്തരവിറങ്ങിയിരിക്കുന്നത് പല സ്ഥലത്തും. നാണക്കേടല്ലാതെ എന്ത് പറയാൻ? ഇടുക്കിയിൽ നിന്നും വന്നിരിക്കുന്ന നമ്മുടെ സഹോദരിമാർ പറയുകയാണ്, അവിടുത്തെ നഴ്സുമാർ പാലിയേറ്റീവ് ക്ലാസ് കൊടുക്കുന്നവരാണ്. ആ നഴ്സുമാർക്ക് പരിശീലനം കൊടുക്കുകയാണ് രാത്രി 8 മണിക്ക് ഓൺലൈനായിട്ട്. ലജ്ജാകരം. ഈ നാട്ടിൽ പാലിയേറ്റീവ് പ്രവർത്തനം നടത്തുന്ന ആളുകളാണ് ഇവിടെ ഇരിക്കുന്ന ആളുകൾ. ഇന്നുവരെ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല. തെരഞ്ഞെടുപ്പ് സമയത്ത് സ്ക്വാഡ് പ്രവർത്തനം നടത്തുന്നത് പോലെ നമ്മുടെ ആശാ വർക്കേഴ്സിന്റെ വീടുകളിൽ ഈ നേതാക്കന്മാർ കറങ്ങിയിറങ്ങുകയാണ്, നിങ്ങൾ പോകരുത് എന്നും പറഞ്ഞുകൊണ്ട്. അതെ, അങ്ങേയറ്റം നാണക്കേട്. ഇത്രയും ഒരു പരിഗണനയും നിങ്ങൾ കൽപ്പിക്കാത്ത ആളുകളാണല്ലോ ഈ ആശാ വർക്കർമാർ. അവരുടെ ഒരു ഉപരോധ സമരത്തെ നേരിടുന്നതിന് വേണ്ടി നാണം കെട്ട രീതിയിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ പ്രവർത്തനങ്ങൾ ഇത് കേരളം കണ്ടുകൊണ്ടിരിക്കുകയാണ്. കേരളം മാത്രമല്ല, ഇന്ത്യയിലെ ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മൾക്ക് അഭിമാനമുണ്ട്. കാരണം നമ്മൾ മുമ്പോട്ട് വെച്ചിരിക്കുന്ന ഈ സമരത്തിന്റെ ആവശ്യകതകളുടെ ഇടയിൽ തന്നെ ഇന്ത്യയിലെ നമ്മുടെ 26,000 ചില്ലാനം ആശാ വർക്കർമാരാണ് ഈ കേരളത്തിൽ സമരത്തോട് അനുഭവം പ്രകടിപ്പിച്ചുകൊണ്ട് കേരളത്തിലുള്ളത്. പക്ഷേ ആ 26,000-അപ്പുറം പോയി ഇന്ത്യയിലെ 10 ലക്ഷത്തിലധികം വരുന്ന ആശാ വർക്കർമാർക്കും ഗുണം കിട്ടുന്ന രീതിയിൽ പാർലമെന്റിൽ ഒരു പ്രഖ്യാപനം നടത്താൻ കേന്ദ്ര ഗവൺമെന്റിനെ കൊണ്ട് നമുക്ക് സാധിച്ചിരിക്കുന്നു. അത് ഈ നമ്മുടെ സമരത്തിന്റെ വിജയമാണ്. മറ്റാർക്കും അത് അവകാശപ്പെടാൻ പറ്റില്ല. നിങ്ങൾ ആരവകാശപ്പെട്ടാലും ഒരു കാര്യവുമില്ല. ഈ കേരളത്തിൽ നടന്ന ആശാ വർക്കർമാരുടെ ധീരോദാത്തമായ സമരത്തിന്റെ ഭാഗമായിട്ടാണ് ഉണ്ടായിരിക്കുന്നത്. പക്ഷെ നിങ്ങൾ ഈ ഗവൺമെന്റ് നിങ്ങൾ എന്ന് പ്രഖ്യാപിക്കും ഞങ്ങൾ മുമ്പോട്ട് വെച്ചിരിക്കുന്ന ആവശ്യങ്ങൾ, മിനിമം വേതനം, മിനിമം കൂലി, പണിയെടുക്കുന്നവർക്ക് മിനിമം കൂലി തരാനുള്ള ആവശ്യപ്പെട്ടുകൊണ്ട് നടത്തുന്ന ഈ പ്രക്ഷോഭം നിങ്ങൾ എത്ര കടുത്ത രീതിയിൽ നേരിട്ടാലും ഇത് അവസാനിക്കാൻ പോകുന്നില്ല. ഞങ്ങൾ ഈ ഡിമാൻഡ് നേടിക്കൊണ്ട് തന്നെ മാത്രമേ ഈ അനന്തപുരിയിൽ നിന്നും ആശാ വർക്കർമാർ പിരിഞ്ഞു പോകുകയുള്ളൂ എന്ന് ഒന്നുകൂടി വീണ്ടും വീണ്ടും നിങ്ങളോട് ഉറപ്പിച്ചു പറഞ്ഞുകൊണ്ട്, ശക്തമായി പറഞ്ഞുകൊണ്ട്, ഈ പല പല നിരവധിയായ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും കുത്തിത്തിരിപ്പുകളും എല്ലാം സഹിച്ചുകൊണ്ട് ഇവിടെ കേരളത്തിന്റെ നാനാഭാഗങ്ങളിൽ നിന്ന് വിവിധ ജില്ലകളിൽ നിന്ന് ഇവിടെ എത്തിച്ചേർന്ന ആശാ വർക്കർമാർക്ക് എല്ലാവിധ അഭിവാദ്യങ്ങളും അർപ്പിച്ചുകൊണ്ട് ഈ ഉപരോധ സമരം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. ഇൻക്ലാബ് സിന്ദാബാദ്, ആശാ സമരം സിന്ദാബാദ്. ആശാ വർക്കർമാരുടെ ഉപരോധ സമരം വി.കെ. സദാനന്ദൻ ഉദ്ഘാടനം ചെയ്തു. അനിശ്ചിതകാല രാപ്പകൽ സമരം 36-ാം ദിനത്തിൽ എത്തി നിൽക്കവേ ആശാ വർക്കർമാർ സെക്രട്ടേറിയറ്റ് ഉപരോധം തുടരുകയാണ്. സെക്രട്ടേറിയറ്റിലെ 4 കവാടങ്ങൾ ആശാ വർക്കർമാർ ഉപരോധിച്ചു. സെക്രട്ടേറിയറ്റിലേക്കുള്ള റോഡും ആശാപ്രവർത്തകർ ഉപരോധിച്ചു. ആശമാരുടെ സമരത്തെ നേരിടാൻ വൻ പോലീസ് സന്നാഹമാണ് സെക്രട്ടേറിയറ്റ് പരിസരത്ത് വിന്യസിച്ചിട്ടുള്ളത്. വിവരങ്ങളുമായി ഡി ബിനോയ് ചെയ്യുന്നുണ്ട്. ബിനോയ്, ഒരു ഭാഗത്ത് സമരം ശക്തമാകുമ്പോൾ മറുഭാഗത്ത് സമരം
പൊളിക്കാനുള്ള ശ്രമമാണ് സർക്കാർ നടത്തുന്നത്. പരിശീലന പരിപാടി അടക്കം ആശാപ്രവർത്തകർക്ക് സംഘടിപ്പിച്ചുകൊണ്ട്. അങ്ങനെ തന്നെയാണ് ഈ സമരസമിതി നേതാക്കളും ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട ആരോപണം. കാരണം ഇന്ന് സെക്രട്ടേറിയറ്റ് വളഞ്ഞുകൊണ്ട് വലിയ തരത്തിലുള്ള ഒരു പ്രതിഷേധം സംഘടിപ്പിക്കാനായിരുന്നു ആശാ വർക്കർമാരുടെ തീരുമാനം. എന്നാൽ അത്തരത്തിൽ ആശാ വർക്കർമാർ പൂർണ്ണതോതിൽ സെക്രട്ടേറിയറ്റിന് മുന്നിലേക്ക് എത്താതിരിക്കുന്നതിന് വേണ്ടി അവർക്ക് പ്രത്യേക പാലിയേറ്റീവ് കെയർ എന്ന് പറയുന്ന അല്ലെങ്കിൽ വേതന സംഹാരവുമായി ബന്ധപ്പെട്ടുള്ള ഒരു പാലിയേറ്റീവ് പരിപാടിയുമായി ബന്ധപ്പെട്ട പരിശീലന ക്ലാസ് ഇന്ന് അവർക്ക് വേണ്ടി വെച്ചു എന്നുള്ളതാണ് ഉന്നയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണം. ഇപ്പോഴും സെക്രട്ടേറിയറ്റിന് മുന്നിലേക്ക് നിരവധി ജില്ലകളിൽ നിന്നുള്ള ആശാ വർക്കർമാർ എത്തിക്കൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ചും ഇതര ജില്ലകളിൽ നിന്നുള്ളവരാണ് ഏറ്റവും കൂടുതൽ ഇവിടെ എത്തിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു നീക്കം നടക്കുന്നത്. അതേസമയം ആശാ വർക്കർമാർ ഉന്നയിക്കപ്പെടുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ആരോപണം ഇതുതന്നെയാണ്. ഈ രാഷ്ട്രീയ കക്ഷി, പ്രത്യേകിച്ച് ഭരണപക്ഷ രാഷ്ട്രീയ കക്ഷികളിൽ ചിലർക്ക് അനുകൂലമായൊരു മനസ്സ് സമരത്തോടൊപ്പം ഉണ്ടെങ്കിൽ പോലും അത് പൂർണ്ണതോതിൽ പ്രതിഫലിപ്പിക്കാതെ ഈ സമരത്തിന് പിന്തുണ അറിയിക്കാൻ നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഒരുപക്ഷെ ഓരോ ദിവസം പിന്നിടുമ്പോഴും ഇവരുടെ സമരത്തിന് പിന്തുണ ഏറി വരുന്ന ഒരു സാഹചര്യം, പ്രത്യേകിച്ചും മറ്റ് ബഹുജന സംഘടനകളുടെ ഭാഗത്തു നിന്നും ഇത്തരത്തിലുള്ള പിന്തുണ ലഭ്യമാകുന്നു. അതുകൊണ്ട് തന്നെ ഒരു കാരണവശാലും ഭരണം സംവിധാനങ്ങൾ വിനിയോഗിച്ചുകൊണ്ടോ അല്ലെങ്കിൽ അത് ഉപയോഗപ്പെടുത്തിക്കൊണ്ടോ ഒരു അടിച്ചമർത്തൽ സമരമായി ഇതിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല. അതുകൊണ്ട് ഓരോ ദിവസം കഴിയുമ്പോഴും സമരം ശക്തമാക്കും. അത്തരത്തിലുള്ള നീക്കങ്ങൾ അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു എന്ന് തന്നെയാണ് അവർ പറയുന്നത്. നിലവിൽ ഇപ്പോൾ സെക്രട്ടേറിയറ്റിന് മുന്നിലെ റോഡ് പൂർണ്ണമായും ആശാ വർക്കർമാർ ഉപരോധിച്ചു കഴിഞ്ഞിരിക്കുന്നു. റോഡ് ഉപരോധിച്ചുകൊണ്ടുള്ള ഒരു സമരം പുരോഗമിച്ചു വരികയാണ്. സെക്രട്ടറിയുടെ പ്രധാനപ്പെട്ട എല്ലാ സമര ഗേറ്റുകൾക്കും ഇപ്പോൾ ഒരു സെക്യൂരിറ്റി അല്ലെങ്കിൽ ഒരു ശക്തമായ ഒരു സമരം എന്ന നിലയ്ക്ക് തന്നെയാണ് ഉപരോധിക്കപ്പെട്ടിരിക്കുന്നത്. നേരത്തെ കണ്ടോൺമെന്റ് ഗേറ്റ് ഉൾപ്പെടെയുള്ള എല്ലാ സ്ഥലങ്ങളിലും ഉപരോധ സമരം ഉണ്ടാകും എന്ന് പറഞ്ഞിരുന്നെങ്കിലും ഇപ്പോൾ അതിനൊരു മാറ്റം വരുത്തിക്കൊണ്ട് എല്ലാ സമരം ഈ ആശാ വർക്കർമാർ പൂർണ്ണതോതിൽ സെക്രട്ടേറിയറ്റിന് മുന്നിലെ സമര ഗേറ്റിന് മുന്നിലേക്ക് രണ്ടാം നോർത്ത് ഗേറ്റിന് മുന്നിലേക്ക് എത്തിച്ചേർന്ന് റോഡ് ഉപരോധിച്ചിരിക്കുകയാണ്. ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെട്ടിരിക്കുന്നു എന്ന് തന്നെ നമുക്ക് പറയാൻ കഴിയും. ഏകദേശം വിവിധ ജില്ലകളിൽ നിന്നും ആശാ വർക്കർമാരെ ഇവിടെ എത്തിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് അവർ പറയുന്നത്. എന്തായാലും ഇപ്പോൾ ഉദ്ഘാടനം പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു. ഇനി നിയമസഭയിൽ നിന്നുള്ള ഇവരെ പിന്തുണയ്ക്കുന്ന നിയമസഭാ സാമാജികന്മാർ ഉൾപ്പെടെയുള്ളവരെ ഇവിടെ എത്തും. ഇവരെ അഭിസംബോധന ചെയ്യും എന്നുള്ള വിവരങ്ങളാണ് നമുക്ക് ലഭ്യമാകുന്നത്. എന്തായാലും ഇനി വരും ദിവസങ്ങളിൽ സമരം വലിയ ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെയാണ് നീക്കം. അതിന് വലിയ തരത്തിലുള്ള ബഹുജന പിന്തുണ ലഭ്യമാകും എന്നുള്ള പ്രതീക്ഷയും അവര് പങ്കുവെക്കുന്നുണ്ട്. ഇന്ന് വൈകുന്നേരം 6 മണി വരെ സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഇത്തരത്തിൽ ഒരു ഉപരോധ സമരവുമായി മുന്നോട്ട് പോകാനാണ് ഈ സമരസമിതി പ്രവർത്തകരുടെ തീരുമാനം. അതുകൊണ്ട് തന്നെ ഓരോ ചെറു സംഘങ്ങളായി വിവിധ ജില്ലകളിൽ എത്തുന്നവരെ പ്രത്യേക സ്ഥലങ്ങളിൽ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് അവർ ഇപ്പോൾ സമരഗേറ്റിന്റെ മുന്നിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും സമരം ശക്തമാക്കുന്നതിന്റെ ഭാഗമായി തന്നെയാണ് കൂടുതൽ പേരെ ഈ സമര പന്തലിലേക്ക് എത്തിക്കുവാൻ ശ്രമിക്കുക. അതേസമയം ഈ സമരം വലിയ തരത്തിലുള്ള പിന്തുണയുണ്ട് എന്ന് അവകാശവാദവും ഇവർ ഉന്നയിക്കുന്നുണ്ട്. കഴിഞ്ഞ 36 ദിവസം മുമ്പാണ് ഇത്തരത്തിൽ ഒരു സമരത്തിലേക്ക് കടന്നെങ്കിൽ പോലും നിലവിൽ ഇപ്പോൾ വലിയ തരത്തിൽ ഉള്ള പിന്തുണ ഇവർക്ക് ലഭ്യമാകുന്നു എന്നുള്ള വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. അതുപോലെ തന്നെ മറ്റൊരു കാര്യം എടുത്തു പറയാനുള്ളത്, കോൺഗ്രസ് ഉൾപ്പെടെയുള്ള BJP ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പാർട്ടികളുടെ പിന്തുണയും അവരുടെ നേതാക്കന്മാരും ഒക്കെ ഇവരുടെ സമരപരിപാടികളിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി ഇങ്ങോട്ട് വരുന്നുണ്ട്. അത്തരത്തിൽ അങ്ങനെ ഒരു പിന്തുണ കൂടി ഇവർക്ക് ലഭിക്കുന്നുണ്ട്. പ്രത്യേകിച്ചും UDFന്റെ ഭാഗത്തുള്ള KK രമ MLA നേരത്തെ തന്നെ, അതായത് ഈ സമരം ശക്തമാകുന്നത് തൊട്ട് മുമ്പ് തന്നെ അവരിവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. ഈ നിയമസഭാ സമ്മേളനം നടക്കുന്നത് കൊണ്ട് തന്നെ പ്രതിപക്ഷത്തുള്ള ഒട്ടുമിക്ക MLA-മാരും ഈ സമരത്തിന് പിന്തുണ അറിയിച്ചെത്തും എന്നുള്ള പ്രതീക്ഷയും അവർ പങ്കുവയ്ക്കുന്നു. അനിശ്ചിതകാല രാപ്പകൽ സമരം 36ാം ദിനത്തിൽ എത്തി നിൽക്കവെയാണ് പ്രതിഷേധം കടുപ്പിച്ച ആശാ പ്രവർത്തകർ സെക്രട്ടേറിയറ്റ് ഉപരോധം തുടരുന്നത്. സെക്രട്ടേറിയറ്റിലെ 4 കവാടങ്ങൾ ആശമാർ ഉപരോധിച്ചു. സെക്രട്ടേറിയറ്റിലേക്കുള്ള റോഡും ആശാ പ്രവർത്തകർ ഉപരോധിച്ചിട്ടുണ്ട്. ആശമാരുടെ സമരത്തെ നേടാൻ വൻ പോലീസ് സന്നാഹമാണ് സെക്രട്ടേറിയറ്റ് പരിസരത്ത് വിന്യസിച്ചിട്ടുള്ളത്. വിവരങ്ങൾ നൽകുകയായിരുന്നു D. ബിനോയും വിനയ രാജു.